ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒന്നാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അൺബോക്സിംഗ് വീഡിയോയിൽ ഇങ്ങനെ കൈവച്ച് കഴിഞ്ഞാൽ മേലെ നിന്ന് സാധനങ്ങൾ കയ്യിലേക്ക് വീഴുന്നതായിട്ടാണ് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സാധനങ്ങൾ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ക്ഷമയോടെ അതും ഇത്രയും ഐറ്റംസ് ഒന്നുപോലും പൊട്ടിക്കാതെ ഇങ്ങനെ മാറ്റി വെക്കുന്നത്. ഒരുപാട് ഐറ്റംസ് നിങ്ങൾ കണ്ടല്ലോ, അതിൽ പലതും പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സുകളിൽ നിന്നായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതും എല്ലാം ഡ്രസ്സുകൾ മാത്രമല്ല, പല പല ഐറ്റംസ് ആണ്. ഇപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേർപ്പിളിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ടാണ് പേർപ്പിൾ ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. ഞാൻ ഓർഡർ ചെയ്യാൻ കാരണം മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതിൽ അവരുടെ പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു 2-3 ഷെയ്ഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള 3 ഷെയ്ഡ്സ് ആണ് കേട്ടോ. അതിൽ ആദ്യത്തേത് NYBയുടെ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക് ഷെയ്ഡിന്റെ 02 ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് നെയിം വരുന്നത് ബാഡാസ് ബെറി എന്നാണ്. എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് വേറൊരു ഷെയ്ഡായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പലർക്കും തോന്നി കാണില്ല, എന്തായാലും ഇവളൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിട്ട് വന്നതല്ലേ, അപ്പൊ കുറച്ചെങ്കിലും ഒരു വൃത്തിക്കും മെനക്കും വന്നൂടായിരുന്നു എന്ന്. ഇനി നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ എന്റെ അമ്മയ്ക്ക് തോന്നുന്നു. നമ്മളിത് എത്ര കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഡയലോഗാ. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചെങ്കിലും അത് ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ, ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരുവിധം ഡ്രസ്സുകളൊക്കെ തന്നെ മീഷോന്നാണ് വാങ്ങാറുള്ളത്. ഞാൻ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം, പ്രീപെയ്ഡ് ഓർഡർ ആകുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയേക്കാളും എമൗണ്ട് കുറവായിരിക്കും. ഇപ്പൊ പേ ലേറ്റർ എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതിന് പ്രീപെയ്ഡിനേക്കാളും എമൗണ്ട് കുറവാണ്. ഞാൻ മുമ്പ് ഒരു തവണ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ അമ്മയുടെ പരാതി മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു അനാർക്കലി കുർത്തിയുടെ ലുക്ക് വരുന്നത്. ഇതിന്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ലെഗിങ്സ് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നത് കൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിന്റെ താഴെയായിട്ട് ഇതുപോലെ ചെറിയൊരു ലേസ് വർക്കും അതുപോലെ തന്നെ പേപ്പർ മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ. ഫുൾ ബോഡിയിൽ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വർക്കാണ് വരുന്നത്. നെക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. നെക്കിലും ഈ ഒരു പേപ്പർ മിറർ വർക്കും അതുപോലെ തന്നെ ചെറിയൊരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. സൈഡിലായിട്ട് ഇതുപോലെ 2 കൊടുത്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് വലിയ യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇത് കുറച്ച് മേലെയായിട്ടാണ് വന്നിട്ടുള്ളത്. പറയാൻ മറന്നു, ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ വീഡിയോ ഓഫ് ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മെറൂൺ കളർ ഡ്രസ്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മേലെ കൊടുത്തേക്കാം. മീഷോയിൽ ഇപ്പൊ ഈയിടെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഡെലിവറി ഡിലേ ആകുന്നതായിരുന്നു. ഇതിലാണെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ് കുറച്ച് വൈകിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും 5 ദിവസത്തിൽ തന്നെ ഈ ഡ്രസ്സ് ആണെങ്കിലും ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ഡ്രസ്സ് ആണെങ്കിലും ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇടുമ്പോൾ ഇതിന്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു അനാർക്കലി കുർത്തി വരുന്നത്. ഇതും 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിന്റെ അറ്റത്തായിട്ട് ഇതുപോലത്തെ പോംപം ലേസ് വർക്ക് ആണ് കേട്ടോ ഉള്ളത്. ഫുൾ ബോഡിയിൽ ഇതുപോലെ ഗോൾഡൻ പ്രിന്റ് വർക്കാണ് വരുന്നത്. റൗണ്ട് ഹൈനെക്കാണ് വരുന്നത്. നെക്കിന്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വുഡൻ ഷോ ബട്ടണും കൂടെ വരുന്നുണ്ട്. ഈ ഒരു കമ്മല് കണ്ടില്ലേ, ഇത് ഞാൻ മുമ്പ് എപ്പോഴോ മീഷോയിൽ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. മേടിച്ച് വെച്ചിട്ട് കുറെ കാലമായെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ കമ്മൽ ഇടുന്നത്. ഞാൻ എന്റെ എല്ലാ ഡ്രസ്സുകളും XXL സൈസ് ആണ് കേട്ടോ മേടിക്കുന്നത്. അതിൽ ചിലത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും, ചിലത് ഇതുപോലെ ലൂസ് ആയിരിക്കും. ഇത് കുറച്ച് ലൂസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അനാർക്കലി കുർത്തിക്ക് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട അനാർക്കലിയേക്കാളും ലെങ്ത് കൂടുതലാണ് കേട്ടോ. ഇതിന്റെ താഴെയായിട്ടും ഇതുപോലെ പോംപം ലേസ് വർക്ക് വരുന്നുണ്ട്. ഞാൻ ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് ഒരു ക്രീം കളർ ലെഗിങ്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ ലെഗിങ്സോ അല്ലെങ്കിൽ പാന്റോ ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഇല്ലേ, അതാണ് കേട്ടോ നമ്മൾ അന്ന് കാണിച്ച NYBയുടെ വെൽവെറ്റ് മൂസ് 02 ഷെയ്ഡ് ലിപ്സ്റ്റിക്. എന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതും ഞാൻ കണ്ട ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതും ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണ് എന്നൊക്കെ ആയിരുന്നു. ഇതൊന്നും പോരാത്തതിന് ട്രാൻസ്ഫർ ആകുന്നില്ലെന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചു വരെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് വാങ്ങിയതും അതിന്റെ ആ ഒരു വിഷമാണ് നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നത്. ഇതോടെ പ്രൊമോഷൻ വീഡിയോയിലെയും കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന വീഡിയോയിലെയും റിവ്യൂസിലെ ജെന്യൂനിറ്റിയിലുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ ആ ഒരു ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്തപ്പോൾ ഈസി ആയിട്ട് തന്നെ അത് റിമൂവ് ആയി കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ തന്നെ 2ാമത്തെ ഷെയ്ഡ് ആയിട്ടുള്ള 03 ആണ്. അതിന്റെ പേര് വരുന്നത് പാഷനേറ്റ് പ്ലം എന്നാണ്. ഷെയ്ഡുകളെല്ലാം ഓൾമോസ്റ്റ് എന്റെ എക്സ്പെക്ടേഷൻ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്.
അടുത്തത് വീണ്ടും ഒരു ഡ്രസ്സാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡ്രസ്സും 5 ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ മേലെ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള ഡ്രസ്സുകളിൽ 500 മേലെ റേറ്റ് വരുന്ന ഫസ്റ്റ് ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതുവരെ കാണിച്ചിട്ടുള്ളതൊക്കെ 500 ബിലോ റേറ്റ് വരുന്നതാണ്. ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഞാൻ ചെന്നൈയിൽ വന്ന ശേഷമാണ് ഇവിടുത്തെ ചൂടുകൊണ്ട് ബ്ലാക്ക് ഡ്രസ്സ് എടുക്കുന്നത് കുറച്ചെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്തത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഹാഫ് സ്ലീവ്സ് ആണ്. സ്ലീവ്സിൽ ചെറുതായിട്ട് ഒരു പഫ് വരുന്നുണ്ട്. ഇത് നമ്മൾ മുമ്പൊക്കെ കണ്ടതുപോലെ അനാർക്കലി കുർത്തിയല്ല, ഇതൊരു ഫ്ലെയർഡ് ഡ്രസ്സാണ് കേട്ടോ. ഇതിൽ അവിടെ അവിടെയായിട്ട് കാണുന്ന ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇല്ലേ, അത് പ്രിന്റഡ് അല്ല കേട്ടോ, അത് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ഇതിന്റെ സ്ലീവ്സ് മാത്രം കുറച്ച് ലൂസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു ഡ്രസ്സ് തന്നെയാണ്. കോഴ്സ് ഞാൻ ഇത് എവിടെ നിന്നാണെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്റെ ഒരുവിധം ഡ്രസ്സുകളെല്ലാം മീഷോയിൽ നിന്നാണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മീഷോയിൽ നിന്നല്ലാതെ എടുക്കുന്ന ടൈമിൽ മാത്രം പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും ഞാൻ ബിലോ 500 കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കറക്റ്റ് എത്രയാണ് പ്രൈസ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഞാൻ മേലെ കൊടുത്തേക്കാം. ഇതിന്റെ കളർ വരുന്നത് പേർപ്പിൾ കളറാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും കുറച്ച് തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ ഇതുപോലെ ഒരു ടൈ വരുന്നുണ്ട് കേട്ടോ കെട്ടാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് ഇട്ട് കഴിയുമ്പോഴുള്ള ലുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെ നെക്ക് വന്നിട്ട് വിങ് പാറ്റേണിലുള്ള കോളർ ടൈപ്പ് ആണ് വരുന്നത്. ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ഹാഫ് സ്ലീവ്സ് ആണ്. മേലെ ഇതുപോലെ ചെറുതായിട്ട് ഒരു പഫ് വരുന്നുണ്ട്. പിന്നെ ഫുൾ ബോഡിയിൽ ഇതുപോലെയുള്ള ഫ്ലോറൽ പ്രിന്റ് വർക്ക് ആണ് കേട്ടോ വരുന്നത്. ഡ്രസ്സിന്റെ മിഡിലായിട്ട് മേലെ മുതൽ താഴെ വരെ ഇതുപോലെയുള്ള ബട്ടൺസ് വരുന്നുണ്ട്. പക്ഷെ ഓപ്പൺ ആയിട്ടുള്ളതല്ല കേട്ടോ, അടിയിൽ സ്റ്റിച്ച് വരുന്നുണ്ട്. ഈ ഡ്രസ്സിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു കട്ട് പോലെ വരുന്നുണ്ട് കേട്ടോ. ഇതും ഞാൻ XXL സൈസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിലും ഇതെനിക്ക് കുറച്ച് ലൂസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൈ ഒന്ന് ഇട്ട് നോക്കാം. നോർമലി ഞാൻ ഇതുപോലെയുള്ള ടൈസ് യൂസ് ചെയ്യാറില്ല. ടൈ എന്നോ ബെൽറ്റ് എന്നോ ഒക്കെ പറയാം ഇതിന്. ഇത് ഇടാനായിട്ട് രണ്ട് സൈഡിലും ബെൽറ്റ് ലൂപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് ഇട്ട് നോക്കിയെങ്കിലും ടൈയുടെ നീളം കുറവായിരുന്നു. അല്ലാതെ എനിക്ക് വണ്ണം കൂടിയതുകൊണ്ടല്ല കേട്ടോ, ടൈയുടെ നീളം കുറവായതുകൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോ ഇതിന് നീളം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാനിത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഡൗട്ടാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്യാറില്ല എന്നുള്ളത്. ഞാൻ ഇതിന് മുമ്പ് ഇതുപോലെ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് അതിന്റെ ടൈ ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. ഞാൻ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെയും അവസാനത്തെയും ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തേത് നമ്മൾ ജസ്റ്റ് ഒരു ക്ലോത്ത് കൊണ്ട് ലിപ്സ്റ്റിക് റിമൂവർ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 06 ആണ് കേട്ടോ. ഷെയ്ഡ് നെയിം വരുന്നത് സ്പൈസി റസ്റ്റ് എന്നാണ്. എന്റെ ഫേസിലെ ഈ എക്സ്പ്രഷൻ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എനിക്കിത് കണ്ടപ്പോൾ തന്നെ തോന്നി അതെനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അതിന്റെ മെയിൻ റീസൺ ഇതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്റെ കയ്യിലുണ്ട്. അതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് വാങ്ങിയതെന്ന്. അതിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡ് കൂടിയാണ് ഇത്. മുമ്പ് കാണിച്ചിട്ടുള്ള രണ്ടും വീഡിയോയിൽ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഷെയ്ഡ്സ് ആയിരുന്നില്ല. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് കാരണം എനിക്കത് ഓർഡർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വേറെ 2 ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, ഇട്ടിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷെയ്ഡ് വരുന്നത് 06 ആണ്, മറക്കണ്ട. അടുത്തതായിട്ട് ഇയർ ബോക്സിൽ എന്താണുള്ളതെന്ന് നോക്കാം. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, മിന്ത്രയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പാക്കിംഗ് കാണുമ്പോഴും അതുപോലെ തന്നെ മിന്ത്രയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കാമല്ലോ ഇത് ഡ്രസ്സ് അല്ല എന്നുള്ളത്. അപ്പൊ ഇതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വേറൊന്നും അല്ല, ചെരുപ്പാണ്. ഇതിന്റെ വേറെ 2 മോഡൽസ് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന് ഞങ്ങൾ ഒരുമിച്ച് തായ്ലാന്റിൽ പോയപ്പോൾ മേടിച്ചതും, ഇനിയൊന്ന് ജിജു മാത്രമായിട്ട് തായ്ലാന്റിൽ പോയപ്പോൾ മേടിച്ചതാണ്. ജിജു മാത്രമായിട്ട് പോയ ടൈമിൽ ഞാൻ ഈ ഒരു മോഡലാണ് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജിജു മേടിച്ചിട്ട് വന്നത് വേറൊരു മോഡലായിരുന്നു. ഇവിടെ ഇതിന് ഭയങ്കര വില കൂടുതലായിട്ടാണ് ഓൺലൈനിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഫേസ്ബുക്കിൽ മിന്ത്ര ആഡിൽ വില കുറവ് കണ്ടപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മേലെ കൊടുത്തേക്കാം. വൈറ്റ് പാന്റ് പെയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കുർത്തീസ് ആണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് കോട്ടൺ പാന്റ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഒരെണ്ണം എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു കുർത്ത സെറ്റിന്റെ കൂടെ കിട്ടിയതായിരുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അതുപോലെ ഒരെണ്ണം വീണ്ടും ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ 2 സൈഡിലായിട്ടും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടും ബാക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡും ആണ് വരുന്നത്. XXL സൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാന്റിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴെങ്കിലും ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റം ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ പാക്കിംഗ് അത്ര പോരായിരുന്നു. ഇത് വരുന്നത് ഡാസിലറിന്റെ 15 ഷെയ്ഡിലുള്ള ലിപ് ലൈനർ പെൻസിലുകളാണ് കേട്ടോ. ഞാൻ ലിപ് ലൈനേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ആ ഒരു പ്രൈസിൽ ഇത്രയും ഐറ്റംസ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ മേലെ കൊടുത്തേക്കാം. ഇത്രയും ഷെയ്ഡ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ അതിൽ. ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് നോക്കിയപ്പം ഇത്രയും ഷെയ്ഡ്സ് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഏതെടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയി. അങ്ങനെ ഒരു മണിക്കൂറത്തെ തെരച്ചിലിന് ശേഷം ഞാനൊരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ
കൂടെ തന്നെ ഇതുപോലെ ഷാർപ്നറും വരുന്നുണ്ട് കേട്ടോ. താഴെ മേലെയായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ് ലൈനർ മാത്രം ഇട്ടതുകൊണ്ട് കാര്യമല്ല കേട്ടോ, ഇതിന്റെ കൂടെ ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുക്കണം. ലിപ് ലൈനർ ഇട്ട ശേഷമാണോ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യേണ്ടത് അതോ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത ശേഷമാണോ ലിപ് ലൈനർ ഇടേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതിന് മുമ്പും ശേഷമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല കാരണം ഞാൻ ഇട്ട് കൊടുത്ത ലിപ് ലൈനറിന്റെ ഷെയ്ഡും ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡും തമ്മിൽ മാച്ച് ആകുന്നുണ്ടായിരുന്നില്ല. ലിപ്സ്റ്റിക്കിന്റെ കളറിനേക്കാളും കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് ലിപ് ലൈനറിന് യൂസ് ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു അറിവ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും രണ്ടാമത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ഒരു പ്രൊഡക്റ്റും നമ്മൾ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്ന് തന്നെയാണ്. ഇത് വരുന്നത് കുറച്ച് ക്ലിപ്പുകളാണ് കേട്ടോ. ക്ലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തുണിയിലിടുന്ന ക്ലിപ്പുകളല്ല. ഇത് നമ്മളിപ്പോൾ എന്തിൻ്റെങ്കിലും ഒക്കെ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ഐറ്റംസ് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ടുള്ള ക്ലിപ്പുകളാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാക്കറ്റ് പുട്ടുപൊടിയൊക്കെ വാങ്ങുകയാണെങ്കിൽ ബാലൻസ് വരുന്ന പുട്ടുപൊടി ഈ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചാൽ മതി. മണ്ണാർക്കാട് ഇത് കണ്ടപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇതിൽ സ്മോൾ, മീഡിയം, ലാർജ് സൈസുകളിൽ 6 എണ്ണം വെച്ചിട്ട് ടോട്ടൽ 18 ക്ലിപ്പുകളാണ് കേട്ടോ വരുന്നത്. പ്രൈസ് ഡീറ്റെയിൽസ് ഓരോന്നിൻ്റെ ആയിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാത്തിൻ്റെയും ഞാൻ മേലെ കൊടുത്തേക്കാം. അടുത്ത ഐറ്റവും നമ്മൾ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വരുന്നത് ബോട്ടിലിന്റെ ഒക്കെ അടപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ് ആണ് കേട്ടോ. പാക്ക് ഓഫ് 2 എന്നൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിൽ 3 ബ്രഷുകളാണ് വരുന്നത്. ആ മൂന്നാമത്തെ ബ്രഷ് ഞാൻ പിന്നീടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് ബോട്ടിലിന്റെ അടപ്പ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, കീബോർഡിന്റെ ഒക്കെ ക്യാപ്പ് ക്ലീൻ ചെയ്യാനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കിട്ടിയ ശേഷം ഒരു തവണ ബോട്ടിലിന്റെ അടപ്പ് ക്ലീൻ ചെയ്ത ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ബോട്ടിൽ മാത്രം ക്ലീൻ ചെയ്തിട്ട് കാര്യമല്ല, അതിന്റെ ക്യാപ്പും കൂടെ ക്ലീൻ ചെയ്യണം എന്നുള്ളതും. ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നെങ്കിലും അതിൽ അഴുക്ക് എത്രത്തോളം വീണ്ടും അതിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും മനസ്സിലായത്. അടുത്തത് എഗെയിൻ നമ്മൾ ഒരു ഡ്രസ്സ് തന്നെയാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എഗെയിൻ ഇത് മീഷോയിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത് സിംഗിൾസ് ആണ്, അതായത് ഒന്നുകിൽ കുർത്ത മാത്രം, അല്ലെങ്കിൽ ഡ്രസ്സ് മാത്രം, അല്ലെങ്കിൽ പാന്റ് മാത്രമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് വരുന്നത് ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. യെല്ലോയും വൈറ്റും ആണ് ഇതിന്റെ ഒരു കളർ വരുന്നത്. യെല്ലോയും വൺ ഓഫ് മൈ ഫേവറേറ്റ് കളർ ആണ് കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കുർത്ത സെറ്റ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ഫാബ്രിക് ആണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. വാവ്, എനിക്ക് ആ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 500 റുപ്പീസിന് താഴെ ഇത്രയും നല്ലൊരു കുർത്ത സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ സൈസ് മീഡിയം ടു 4XL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് XXL തന്നെയാണ്. സ്ലീവ്സ് നോർമൽ സ്ലീവ്സിൽ 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ നെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോളർ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു ടൈപ്പിലുള്ള നെക്കാണ് വരുന്നത്. നെക്കിന്റെ ആ ഒരു പാർട്ടിൽ മാത്രം പേപ്പർ മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഈ ഒരു ഷോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു അപാകത ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നല്ലേ, വേറൊന്നും അല്ല, ഞാൻ കാലിൽ ചെരുപ്പിട്ടിട്ടില്ല. ഇപ്പം ശരിയാക്കി തരാം. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വേറൊന്നുമല്ല, ഇതൊരു ഫുഡ് വെയർ ആണ്. ഇതും ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ പാക്കിംഗ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരതൊരു ബോക്സിലാണ് പാക്ക് ചെയ്തതെങ്കിൽ എനിക്കതൊരു ബോക്സ് ആയിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു ഫുഡ് വെയറിന്റെ ഭംഗി കണ്ടതുകൊണ്ടും പിന്നെ ഡാമേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും തന്നെ ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് നേരത്തെ തോന്നിയ ആ ഒരു അപാകത നമുക്ക് അങ്ങ് പരിഹരിച്ചേക്കാം. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ കളർ വരുന്നത് ക്രീം കളർ ആണ്. ബാക്കിൽ സ്ട്രാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ബോ ആണ് കേട്ടോ. പൊതുവേ എനിക്ക് ഇതുപോലെ ബോ വരുന്ന ഫുഡ് വെയേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സൈസ് 8 ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടും ലാസ്റ്റ് സൈസ് 8 ആയതുകൊണ്ടും ഞാനിത് റിട്ടേൺ ചെയ്യാനൊന്നും പോകുന്നില്ല. ആരെങ്കിലും ഇത് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസിനേക്കാളും ഒരു സൈസ് വലുത് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കണം. അടുത്തത് ഈ ഒരു ബോക്സിൽ എന്താണുള്ളതെന്ന് നോക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ പാക്കിംഗ് ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതും ഞാൻ മണ്ണാർക്കാട് കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ട് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ മണ്ണാർക്കാടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ളതായിരുന്നില്ല. ഇത് വേറൊന്നും അല്ല, ഇത് ഒരു ഓയിൽ സ്പ്രെയർ ബോട്ടിലാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 ml ആണ് കേട്ടോ. കണ്ടില്ലേ, പിടിക്കാനായിട്ട് ഇതുപോലെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്ലിപ്പായി പോകുന്നു പേടിക്കാനില്ല. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഗ്ലാസ് ആണ്. ഞാൻ ഈ പ്രസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോഴാണ് ഓയിൽ സ്പ്രേ ആയിട്ട് വരുന്നത്. ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഞെട്ടിപ്പോയത്. പിന്നെ ഇതിന്റെ മേലെയായിട്ട് ഒരു സ്വിച്ച് പോലെ ഒന്ന് വരുന്നുണ്ട്. അത് പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അതിലൂടെ ഓയിൽ ഒഴിച്ചെടുക്കാനും പറ്റാവുന്നതാണ്. അതായത് നമുക്ക് കുറെ ക്വാണ്ടിറ്റിയിലൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി ഫംഗ്ഷണൽ സ്പ്രെയർ ബോട്ടിലാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ മേലെ കൊടുത്തേക്കാം. കിച്ചണിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന ടൈമിൽ ഞാനിത് കാണിച്ചു തരാട്ടോ എങ്ങനെയാണെന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രസ്സാണ്. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എവിടെ നിന്നായിരിക്കും എന്നുള്ളത്. അതേ മീഷോ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വരുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഡിസൈനർ
ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ക്രീപ്പാണ്. പിന്നെ ഇതിന്റെ സ്ലീവ്സിലും അതുപോലെ തന്നെ കോളറിലും മാത്രം കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക്. പിന്നെ അതുകൂടാതെ ഇതിന്റെ കോളറും അതുപോലെ തന്നെ സ്ലീവ്സും കൂടെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ. ഇതിന്റെ കോളർ കണ്ടില്ലേ, ഇതുപോലെ ഒരു പോയിന്റഡ് ഫ്ലാറ്റ് കോളറാണ് കേട്ടോ വരുന്നത്. അത് ഫ്രണ്ടിൽ മാത്രമാണ്, ബാക്കിലില്ല. ഇനി ഇതിന്റെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ 3/4 ആയിട്ടുള്ള പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഞാനിത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് പറയാൻ കാരണം ചെറുതായിട്ട് കുത്തുന്നത് പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സ്ലീവ്സിലും കോളറിലും ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫുൾ ബോഡി വരുന്നത് പ്ലെയിൻ ക്രീപ്പാണ്. ഇതിന്റെ ലെങ്ത് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കാഫ് ലെങ്ത് എന്നാണെങ്കിലും ഇത് കുറച്ച് മുട്ടിന്റെ താഴെയായിട്ട് മാത്രമേ വരുന്നുള്ളൂ, കാഫ് ലെങ്ത് ഇല്ല. ഇതിന്റെ ബോട്ടം പാർട്ടിലായിട്ട് ഇതുപോലെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് സ്മോൾ സൈസ് മുതൽ 6XL സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് XXL സൈസ് ആണ്. ലെങ്ത് കുറവുള്ള ഡ്രസ്സ് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതിന്റെ കൂടെ സ്ലീവ്സിന്റെ ആ കളറിലുള്ള ലെഗിങ്സോ അതുപോലെ തന്നെ പാന്റോ ഒക്കെ പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മേലെ കൊടുത്തേക്കാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വെറും ഷോ കാണിക്കൽ മാത്രമാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച ആ ഒരു ഫുട്വെയർ ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. ഇന്നത്തെ ഷോ കഴിഞ്ഞ സ്ഥിതിക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.